ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പച്ചമാങ്ങ അച്ചാർ ഇട്ടാലോ? നിങ്ങൾ തബ്നയിൽ കണ്ടതുപോലെ ഇന്നൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പച്ചമാങ്ങ അച്ചാറാണ്. ചോറിനോടും കഞ്ഞിയോടും ബിരിയാണിയോടൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ അച്ചാർ. എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. സാധാരണ ഞാൻ അങ്ങനെ എപ്പോഴും വീട്ടിൽ അച്ചാറൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. ഒന്നാമത്തെ കാരണം എന്താ ചോദിച്ചാൽ, ഞാൻ തന്നെ അച്ചാർ ഉച്ചക്കും അതേപോലെ രാത്രിയും അതിനിടയ്ക്കൊക്കെ ഇത് അച്ചാർ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് എടുത്ത് കഴിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അച്ചാർ ഇട്ട് വെക്കാറില്ല. പക്ഷേ എന്നാൽ ചോറിന് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്പം ഇങ്ങനെ തോന്നും ഒരു അച്ചാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കേട്ടോ. അങ്ങനെ തോന്നിയപ്പോഴാണ് കേട്ടോ ഞാൻ എന്നാൽ ഒരു അച്ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു പച്ചമാങ്ങയും കിട്ടി. എന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് മാങ്ങ അച്ചാർ ഇടുന്നത് എന്നുള്ളത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ. ആദ്യം തന്നെ ഞാൻ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുന്നുണ്ട്. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാർ കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് വെള്ളം തുടച്ച് കളയുന്നത്. ഇനി മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ചില ആളുകൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടും അങ്ങനെ അച്ചാർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും മാങ്ങ അച്ചാറിടുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടാറുള്ളത്. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അച്ചാറിടുന്നതാണ് എപ്പോഴും ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. കുറച്ച് സമയം എടുത്താലുള്ള നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുക. ഞാനെപ്പോഴും മാങ്ങ അല്ലെങ്കിൽ നാരങ്ങ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാർ ഇടാറുള്ളത്. അതാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എല്ലാ ആളുകൾക്കൊക്കെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം മാങ്ങ അല്ലെങ്കിൽ നാരങ്ങ, ഇത് രണ്ടും മാത്രമേ ഇടാറുള്ളൂ. അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനേ ഉള്ളൂ. മാങ്ങ മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റോളം വെക്കണം. ഒന്നിങ്ങനെ ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ഒന്ന് തട്ടി കൊടുക്കലാണ് കേട്ടോ മൊത്തത്തിൽ. അല്ലെങ്കിൽ കൈയേറ്റൊന്ന് മൊത്തത്തിലൊന്ന് തിരുമ്മി എടുത്താലും മതി. അല്ലെങ്കിൽ ഞാൻ തട്ടിയെടുക്കാനാണ്. ഇങ്ങനെ ഒന്ന് തട്ടി നമ്മളിങ്ങനെ എന്താ പറയുക കുടഞ്ഞെടുക്കൂലേ, കുടഞ്ഞെടുക്കൂലേ, അതേപോലെ ഒന്ന് കണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ആ ഉപ്പൊന്ന് മൊത്തത്തിലൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അത് ഒന്ന് മൂടി വെച്ചുകാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിക്കാനും ഇഞ്ചിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും വേണം. അതേപോലെ കുറച്ച് പച്ചമുളകും ഞാനൊരു 3-4 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവൂലേ മാങ്ങച്ചാർ തയ്യാറാക്കുന്നത്. പിന്നെ സിമ്പിളാണേനും എന്നാൽ നല്ല ടേസ്റ്റും ആണേനും. ഞാനും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കൽ. ഇത് ഞാൻ ചെറിയൊരു സ്പൂണ്, ഒരു 3-4 സ്പൂണ് കടുകും 2 സ്പൂണ് ഉലുവയും കൂടെ വറുത്തുകാണ്ട് പൊടിച്ചെടുത്തതാണ്. മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇന്ന് ഞാൻ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണത്. ഉലുവയും കടുകും പൊടിച്ചത്, പിന്നെ നല്ലെണ്ണ, പിന്നെ അച്ചാറും പൊടി, പിന്നെ സുർക്ക, വിനാഗിരി, പിന്നെ ഇത് മാങ്ങ ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്. ഇത് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, വെളുത്തുള്ളി, പിന്നെ ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് പിന്നെ അവിടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതുകൂടിയും വേണം കേട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് കറിവേപ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ. പക്ഷേ അതിമത്തെ ഇലയൊക്കെ എന്താണെന്നറിയില്ല, അങ്ങനെ കേട് വന്നിട്ടൊരു മഞ്ഞ കളറായിട്ട് ഒരു നല്ല ഇലകളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് അതിമന്ന് ഇനി എന്താ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ വെച്ചിട്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ നിന്നതാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി അതിൻ്റെ കയ്യിലില്ല, തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് രണ്ടും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൂടി ഉണ്ടായെങ്കിൽ ഒന്നുകൂടി നന്നാവും. കറിവേപ്പില ടേസ്റ്റും നല്ലതാണ്. പിന്നെ കാശ്മീരി പൗഡർ പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു കളറും കിട്ടും. എന്നാൽ നമുക്ക് അച്ചാർ അധികം എരിവും ഉണ്ടാവില്ല. ഏതായാലും രണ്ടും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ മതി.
ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാന് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയാണ് കേട്ടോ അച്ചാർ ഏറ്റവും കുറച്ച് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലത്. വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുന്നത് കാണാം, പക്ഷേ അതൊക്കെ പെട്ടെന്ന് തീരണം. എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കാലം വെക്കുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കടുകും അതുപോലെ ഉലുവയും രണ്ടും കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് ഇടുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട്. കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിലും അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു നല്ലെണ്ണയിൽ മുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു ആ വഴന്ന് വരുന്നൊരു സ്മെല്ലില്ലേ, അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കറിവേപ്പില പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. പക്ഷേ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു സ്മെല്ലും കറിവേപ്പിലിൻ്റെ ഒരു സ്മെല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വേണോ ചോദിച്ചാലും കൂടി ഞാൻ വേണ്ടാന്ന് പറയലാണ്. പിന്നെ വലിയ ഇലകളായിരിക്കും, അത് കാണുമ്പോൾ തന്നെ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു എന്താ പറയുക സ്മെല്ലും ടേസ്റ്റും ഒന്നും ഉള്ളതുപോലെ തോന്നാറില്ല. അങ്ങനെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വെന്ത് പോകരുത്, ഒന്നും നന്നായിട്ട് വേവണ്ട. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുളക് പൊടി അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിലും ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിലില്ല. മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ചില ആൾക്കാർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കാണാം, പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഞങ്ങളുടെ സുർക്ക എന്നാണ് പറയൽ. സുർക്ക ഒരു 3-4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുർക്ക ചേർത്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. സുർക്ക ചേർക്കുന്നത് കുറക്കുന്നതാണ് നല്ലത്, അളവ് കുറക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ സുർക്ക ചേർക്കുമ്പോഴാണ് അച്ചാർ കൂടുതൽ ദിവസം ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സഹായിക്കും. അതുകൊണ്ടാണ് സുർക്ക ചേർക്കുന്നത്. പിന്നെ ഈ ഒരു കൂട്ടില്ലേ, ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേത് മാങ്ങയിലുള്ള ഉപ്പ് നമ്മൾ പിന്നെ ആദ്യം തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ മാങ്ങ ഉപ്പിട്ട് മാറ്റി വെച്ച സമയം കൊണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതാണ് നമുക്ക് അച്ചാറിന് നല്ല രുചി നൽകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ചൊരു 10-15 മിനിറ്റോളം അത് മാറ്റി വെക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സുർക്ക ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് വെച്ച മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ഞാൻ ഉലുവയും കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുവേ. ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിങ്ങനെ മാങ്ങ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നന്നായി ഇളക്കി എല്ലാ മാങ്ങാ കഷ്ണങ്ങളിലും മസാല പിടിപ്പിക്കണം. അതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് സുർക്കൻ്റെ അളവ് അതേപോലെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1-2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ അച്ചാർ തയ്യാറായിരിക്കുന്നു. ഇനി ഇത് ഒരു ദിവസം അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചാലാണ് മസാല നന്നായിട്ട് പിടിച്ച് ഒന്നും കൂടി രുചി കൂടും, ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. അപ്പോൾ ഒരു ദിവസം മാത്രം ഒന്ന് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് മൂടി വെക്കുക, അടച്ച് വെക്കുക. പിന്നെ എപ്പോഴും അച്ചാർ എടുക്കുന്ന സമയത്ത് വൃത്തിയുള്ള സ്പൂണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അച്ചാർ കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കാം. അപ്പോൾ പച്ചമാങ്ങ അച്ചാർ ഇടാൻ ഇത്രയും സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഞാൻ പിറ്റേ ദിവസം കേട്ടോ കുപ്പിയിലാക്കുന്നത് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് കുപ്പിയിലാക്കുകയാണ്. പിറ്റേ ദിവസമാണ് ഞാനത് കുപ്പിയിലേക്ക് മാറ്റുന്നത്. ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അച്ചാർ ആക്കി വെക്കാറുള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അച്ചാറാണെങ്കിലും മറ്റെന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇട്ട് വെക്കാൻ നല്ലത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, അല്ലെങ്കിൽ
ഭരണി നല്ലതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ പച്ചമാങ്ങ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.